ക്യാൻസർ ചികിത്സയിലാണ് രേണുസുതി ഇപ്പോൾ. അടുത്തിടെയായിരുന്നു അസുഖം ബാധിച്ചതിനെ തുറന്നു പറഞ്ഞതും. രേണുവിന് അസുഖമാണെന്നും പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുമൊക്കെ വിവരങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു. നിരവധി ബ്ലോഗേഴ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ചർച്ച തുടരുകയാണെയിരുന്നു രേണു തന്നെ അസുഖത്തെക്കുറിച്ച് വെളിപ്പെടുത്തി എത്തിയത്. 15-ാം വയസ്സിൽ വന്നൊരു മുഴയാണ്. ഇന്നത് ക്യാൻസറായി മാറി. നാലാമത്തെ സ്റ്റേജാണെന്നും ഉടനെ കീമോ തുടങ്ങുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞതുമെന്നാണ് രേണു വ്യക്തമാക്കിയത്. വേദന ഒന്നുമില്ലാത്തതിനാൽ അത്ര കാര്യമാക്കിയിരുന്നില്ല. അന്നേ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അത്ര കാര്യമാക്കിയില്ല. വീട്ടുകാരോട് പോലും ഇതേക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു എന്നാണ് രേണു പറഞ്ഞത്. അസുഖമാണെന്നറിഞ്ഞപ്പോഴും വീട്ടുകാരോടും പറഞ്ഞിരുന്നില്ല. അവർ അറിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോലും വിടില്ല. ചികിത്സയ്ക്കും മറ്റുമായി നല്ല തുക ആവശ്യമാണ്. തന്റെ മാനേജറായ കരിഷ്മയാണ് വീട്ടുകാരോട് അസുഖത്തെക്കുറിച്ച് പറഞ്ഞത്. ചേച്ചിയാണ് ആശുപത്രിയിലേക്ക് കൂട്ടുന്നു വരുന്നത്. നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ലീവൊക്കെ എടുത്ത് എപ്പോഴും എനിക്കൊപ്പമുണ്ട്. നേഴ്സായതിനാൽ കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. ആദ്യത്തെ കീമോ കഴിഞ്ഞെന്നും ഭയങ്കര വേദനയാണെന്നും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ലെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. ഇൻസ്റ്റാഗ്രാമിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്ന ടൈമിൽ തന്നെ ആദരാഞ്ജലി പോസ്റ്റിൽ കണ്ടിരുന്നു. അവരുടെ വീട്ടിലേക്കാണ് ഇങ്ങനൊരു കാര്യം വന്നതെങ്കിൽ ഇതാകുമായിരുന്നു പ്രതികരണം. ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യം കേട്ടപ്പോൾ എനിക്കും ഷോക്കായിരുന്നു. തളരാതെ പൊരുതി മുന്നേറാനാണ് ഞാൻ തീരുമാനിച്ചത്. സമാനമായ അവസ്ഥയിലേക്ക് കടന്നുപോകുന്നവർക്ക് മാതൃകയായി നിൽക്കാനായിരുന്നു ആഗ്രഹം. വേദനകളൊക്കെയുണ്ട്. എന്നാലും കരയില്ലെന്നും രേണു പറഞ്ഞു. ഇപ്പോഴത്തെ രേണുവിൻ്റെ അവസ്ഥയെക്കുറിച്ചും ഇപ്പോഴും അവരെ മോശം പറയുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഷൺമുഖദാസ്. രേണു ഓക്കെയായി വരും ഗൈസ്. അവളെ വിളിച്ചിരുന്നു. കാണാൻ പോകുന്നുണ്ട്. അവൾ ഈ അവസ്ഥയിലായിരിക്കുന്ന സമയത്തും അവളെ വിറ്റ് തിന്നുന്ന ഓൺലൈൻ പാപ്പരാസികളെ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ആലോചിക്കണം. നിങ്ങളുടെ വീട്ടിലും ഈ അവസ്ഥ വരാം. ഞങ്ങളെ എല്ലാം വിറ്റ് തിന്ന് നിങ്ങളുടെ വീട്ടിൽ അരി വാങ്ങണ്ട മുടങ്ങണ്ട. അവളെ പൊരുതി തിരിച്ചു വരും. കണ്ടിപ്പാ ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത് രേണുവിൻ്റെ പെർമിഷനോട് കൂടിയാണ്. ഇനിയെങ്കിലും ഈ അവസ്ഥയിൽ അവളെ വിറ്റ് തിന്നരുത് മീഡിയാസ് എന്നും ഈ കുറിപ്പുകളായിരുന്നു. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. നിങ്ങൾക്കെന്താണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തതെന്നാണ് ചോദ്യങ്ങൾ. രേണുവിനെ മോശം പറയുന്നവർ വളരെ കുറവാണ്. നേരത്തെ വിമർശിച്ചവർ പോലും ഇപ്പോൾ നല്ലത് മാത്രമാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ അവരുടെ കൂടെ എന്നാനായിരുന്നു എന്ന് പോലും പറഞ്ഞിരുന്നു. സുഹൃത്തെന്ന നിലയിൽ നിങ്ങൾ രേണുവിനെ പറഞ്ഞതെന്ന് മനസ്സിലായി. എന്നാൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു എന്ന് കമൻറ്റുകൾ വന്നു.